കെമിസ്ട്രിയിൽ ധാരാളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടുകളുണ്ടെന്ന് നമ്മൾ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് ഒരു അൺനോൺ ആയിട്ടുള്ള സോൾട്ട് തന്നെന്ന് വിചാരിക്കാം. ഇത് സോൾട്ട് ആണെന്നോ നമുക്ക് അതിനകത്ത് ഏതൊക്കെ കാറ്റയോൺസ് ആനയോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നോ ഒന്നും തന്നെ നമ്മൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിന് ഏത് സോൾട്ടാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അപ്പം ഇതിനായിട്ട് കെമിസ്ട്രിയിൽ ധാരാളം ഡിഫറെൻറ്റ് റിയേജൻറ്റുകളുണ്ട്. അപ്പം ഈ റിയേജൻസുമായിട്ട് ഈ അൺനോൺ സോൾട്ടിന് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ചിട്ട് ഇതിനകത്ത് ഏതൊക്കെ കാറ്റയോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, ഏതൊക്കെ ആനിയോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാസ് 10ൻ്റെ 4th ചാപ്റ്റർ ആയിട്ടുള്ള അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിഫറെൻറ്റ് സോൾട്ടുകളുടെ കളർ ഐഡൻറ്റിഫൈ ചെയ്യുക, കളർ ഓഫ് സോൾട്ടുകളുടെ കളേഴ്സ്, അതേ കണക്ക് തന്നെ NaOH, NH4OH ഈ രണ്ട് റിയേജൻസ് യൂസ് ചെയ്തിട്ട് സോളിബിൾ ആയിട്ടുള്ള സോൾട്ടുകളിൽ കാറ്റയോൺസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ മെയിനായിട്ട് നമുക്ക് കാറ്റയോൺസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അയണിൻ്റെ കാറ്റയോൺസ് ആയിട്ടുള്ള ഫെറസ് അയോൺ Fe2+, Fe3+, ഫെറിക് അയോൺ ഈ രണ്ട് കാറ്റയോൺസ് അയണിൻ്റെ കാറ്റയോൺസ്, അതേ കണക്ക് തന്നെ കോപ്പർ കാറ്റയോൺ ആയിട്ടുള്ള Cu2+, സിങ്കിൻ്റെ കാറ്റയോൺ ആയിട്ടുള്ള Zn2+, ലെഡ് കാറ്റയോൺ ആയിട്ടുള്ള Pb2+. ഇത്രയും കാറ്റയോൺസ് ആണ് മെയിനായിട്ട് നമുക്ക് NaOH, NH4OH രണ്ട് റിയേജൻസ് യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പം ഈ NaOH അല്ലെങ്കിൽ NH4OH ഈ പറയുന്ന കാറ്റയോൺസ് കണ്ടെയ്നിങ് സോൾട്ടിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഒരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ, ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റിന് എന്ത് കളറാണുള്ളത്, അവിടെ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഈ ചാപ്റ്ററിൽ വരുന്നത്. അതേ കണക്ക് തന്നെ ഈ ആൽക്കലീസ്, ചില മെറ്റാലിക് ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ്, അതായത് ആംഫോട്ടറിക് ആയിട്ടുള്ള ഓക്സൈഡ്സുകളും ഹൈഡ്രോക്സൈഡ്സുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യും, അപ്പം എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ആസിഡ് ആൻഡ് ബേസിക് നേച്ചർ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സിനെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്നും ആംഫോട്ടറിക് ഹൈഡ്രോക്സൈഡ്സ് എന്നും പറയുന്നത്. അപ്പം ഈ ആംഫോട്ടറിക് ഓക്സൈഡ്സിൻ്റെ ആൽക്കലീസ്, NaOH, KOH തുടങ്ങിയിട്ടുള്ള ആൽക്കലീസുമായിട്ടുള്ള റിയാക്ഷൻ, അതിനെപ്പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കളർ ഓഫ് സോൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം. ഡിഫറെൻറ്റ് സോൾട്ടുകളുടെ കളേഴ്സ്, കാറ്റയോൺസ്, ആനയോൺസിൻ്റെ കളേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പം നമ്മുടെ കയ്യിൽ ഒരു കെമിക്കൽ സാമ്പിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഒരു കെമിക്കൽ സാമ്പിൾ ഉണ്ട്. അപ്പം ആ കെമിക്കൽ സാമ്പിളിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോണൻസ് കൂടി ചേർന്നിട്ടാണ് ആ കെമിക്കൽ സാമ്പിൾ ഫോം ചെയ്തിരിക്കുന്നത്. അതേ കണക്ക് തന്നെ അതിനകത്ത് ഓരോ കമ്പോണൻസും എത്ര അളവിൽ, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രസൻറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനാലിസിസ് എന്ന് വിളിക്കുന്നത്. Determination of chemical composition of a given sample is called analysis. തന്നിരിക്കുന്ന സാമ്പിളിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അനാലിസിസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അനാലിസിസുകളുണ്ട്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് ഫസ്റ്റ് വരുന്നത്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം പോലെ തന്നെ ക്വാളിറ്റി മീൻസ് എന്താണ്? അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് ആണ് ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇതിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ക്വാളിറ്റേറ്റീവ്ലി ഒരു സാമ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് റിയേജൻസ് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യും. അപ്പം മെയിനായിട്ട് നമ്മൾ ആൽക്കലീസ് ആണ് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ NaOH, NH4OH ഇത് തുടങ്ങിയിട്ടുള്ള ആൽക്കലീസ് ആണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻലി NaOH, NH4OH തുടങ്ങിയ റിയേജൻസ് യൂസ് ചെയ്തിട്ട് കാറ്റയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിവൺ സാമ്പിളിലുള്ള കമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതൊക്കെ കമ്പോണൻസ് പ്രസൻറ്റ് ആയിട്ടുണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിൽ ഓരോ സബ്സ്റ്റൻസും അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്
എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സാമ്പിളിൽ കമ്പോണൻസിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കമ്പോണൻസ് എല്ലാം എത്ര അളവിൽ ആ സാമ്പിളിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്സ് ആണ് വോളിമെട്രിയും അതേ കണക്ക് തന്നെ ഗ്രാവിമെട്രിയും. ഓക്കെ, ഗ്രാവിമെട്രിക് അനാലിസിസും വോളിമെട്രിക് അനാലിസിസും അത് നമുക്കിവിടെ പഠിക്കാനായിട്ടില്ല. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് കളർ ഓഫ് സോൾട്ടുകൾ നോക്കാം. സോൾട്ടുകളുടെ കളേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിന് മുന്നേ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റയോൺസും ആനിയോൺസും ഒക്കെ ഏതൊക്കെ കളറായിരിക്കും കാണിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചില കളേർഡ് ആയിട്ടുള്ള കാറ്റയോൺസിനെ നോക്കാം. നമ്മൾ കോപ്പർ അയോൺ, കുപ്രിക് അയോൺ എടുക്കുക, Cu2+ അയോൺസ്. ഓക്കെ, Cu2+ അയോൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ Cu2+ അയോൺസിന് ഏത് കളറായിരിക്കും കാണിക്കുന്നത്? ബ്ലൂ കളറായിരിക്കും Cu2+ അയോൺസ് കാണിക്കുന്നത്. ഓക്കെ, അതേ കണക്ക് തന്നെ ഫെറസ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെ അയോണാണ്. ഫെറസ് എന്ന് പറയുമ്പോൾ അത് Fe2+ ആണ്. ഓക്കെ, ഫെറസ് അയോൺ. അപ്പോൾ ഫെറസ് അയോൺ ഏത് കളറാണ് കാണിക്കുന്നത്? ലൈറ്റ് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ പെയിൽ ഗ്രീൻ. ഓക്കെ, ലൈറ്റ് ഓർ പെയിൽ ഗ്രീൻ കളറായിരിക്കും ഏത് അയോൺ കാണിക്കുന്നത്? Fe2+ കാറ്റയോൺസ് കാണിക്കുന്നത്. ഇനി ഫെറിക് അയോൺ, ഫെറിക് എന്ന് പറയുമ്പം Fe3+. ഓക്കെ, ഫെറിക് അയോൺസ് ഏത് കളറായിരിക്കും കാണിക്കുന്നത്? യെല്ലോയിഷ് ബ്രൗൺ കളറായിരിക്കും ഫെറിക് കാറ്റയോൺസ് Fe3+ കാറ്റയോൺസ് കാണിക്കുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് നിക്കൽ അയോൺസ്. നിക്കൽ അയോൺസ് എന്ന് പറയുമ്പോൾ Ni2+. ഓക്കെ, നിക്കൽ അയോൺസ് ഏത് കളറായിരിക്കും കാണിക്കുന്നത്? ഗ്രീൻ കളറായിരിക്കും നിക്കൽ അയോൺസ് കാണിക്കുന്നത്. ഇനി ക്രോമിയം അയോൺസ്, ക്രോമിയം എന്ന് പറയുമ്പം Cr3+. ക്രോമിയം അയോൺസ് ഗ്രീൻ കളറായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, മാൻഗനീസ് അയോൺ എന്ന് പറയുമ്പം Mn2+. മാൻഗനീസ് അയോൺസിന് പിങ്ക് കളറായിരിക്കും. ാണ് കളേർഡ് ആയിട്ടുള്ള കാറ്റയോൺസ് എന്ന് പറയുന്നത്. മെയിൻലി കളേർഡ് ആയിട്ടുള്ള കാറ്റയോൺസ് എന്ന് പറയുന്നത്. കുപ്രിക് അയോൺ ആണെങ്കിൽ ബ്ലൂ കളർ കാണിക്കും. ഫെറസ് അയോൺ Fe2+ ആണെന്നുണ്ടെങ്കിൽ പെയിൽ ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ കാണിക്കും. ഫെറിക് അയോൺ ആണ് Fe3+ ആണെന്നുണ്ടെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഫെറസ് അയോൺ Fe2+ ആണെങ്കിൽ ലൈറ്റ് ഗ്രീനും Fe3+ ഫെറിക് ആണെന്നുണ്ടെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളറുമാണ് കാണിക്കുന്നത്. ഈ നിക്കലും ക്രോമിയവും ഏത് കളറായിരിക്കും? നിക്കൽ അയോണും ക്രോമിയം അയോണും ഗ്രീൻ കളറായിരിക്കും കാണിക്കുന്നത്. മാംഗനീസ് അയോൺ ആണെന്നുണ്ടെങ്കിൽ പിങ്ക് കളറായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇതല്ലാതെ ഏതൊരു കാറ്റയോൺസ് വന്നാലും ഇപ്പം Na+, K+, അത് കണക്ക് തന്നെ Ca2+, അലൂമിനിയം 3+, Al3+, Mg2+, അതേ കണക്ക് തന്നെ അമോണിയം അയോൺ NH4+, ഇതല്ലാത്ത ഏതൊരു കാറ്റയോൺസ് വന്നാലും അതെല്ലാം കളർലെസ് ആയിട്ടുള്ള കാറ്റയോൺസ് ആയിരിക്കും. ഓക്കെ, അതേ കണക്ക് തന്നെ നമുക്കിനി കളേർഡ് ആയിട്ടുള്ള ആനിയോൺസിന് നോക്കാം. ഇപ്പോൾ നമ്മൾ പെർമാൻഗനേറ്റ് എടുക്കുക. പെർമാൻഗനേറ്റ് എന്ന് പറയുമ്പം MnO4- ആണ് പെർമാൻഗനേറ്റ് അയോൺസ് എന്ന് പറയുന്നത്. ഈ പെർമാൻഗനേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പെർമാൻഗനേറ്റ്സിന് പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് കളറായിരിക്കും. ഓക്കെ, പർപ്പിൾ ഓർ പിങ്ക് കളറായിരിക്കും. ഇനി ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പം Cr2O7 2- ഇതാണ് ഡൈക്രോമേറ്റ് ആനിയോൺ എന്ന് പറയുന്നത്. ഈ ഡൈക്രോമേറ്റ് ആനിയോണിന് ഓറഞ്ച് കളറായിരിക്കും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനിയോൺസ് ആണ്, പെർമാൻഗനേറ്റും ഡൈക്രോമേറ്റും. പെർമാൻഗനേറ്റ് എന്ന് പറയുമ്പം പർപ്പിൾ ഓർ പിങ്ക് കളറായിരിക്കും കാണിക്കുന്നത്. ഡൈക്രോമേറ്റ് Cr2O7 2- ഡൈക്രോമേറ്റ് ആനിയോൺ എന്ന് പറയുമ്പം അത് ഓറഞ്ച് കളറായിരിക്കും കാണിക്കുന്നത്. ഇനിയാണ് ക്രോമേറ്റ് എന്ന് പറയുന്നത്. അത് CrO4 2- ആണ് ക്രോമേറ്റ് ആനിയോൺ എന്ന് പറയുന്നത്. ക്രോമേറ്റ് ആനിയോൺ എന്ന് പറയുന്നത് യെല്ലോ കളറായിരിക്കും കാണിക്കുന്നത്. ക്രോമേറ്റ് കാണിക്കുന്നത് യെല്ലോ കളറായിരിക്കും. ഇത്രയുമാണ് കളേർഡ് കാറ്റയോൺസും ആനിയോൺസും എന്ന് പറയുന്നത്. ഇതല്ലാത്ത ഏതൊരു കാറ്റയോൺസ് ആണെങ്കിലും ആനിയോൺസ് ആണെങ്കിലും അതെന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ Cl- ക്ലോറൈഡ്, Br- ബ്രോമൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്, അതേ കണക്ക് തന്നെ സൾഫേറ്റ് SO4 2-, കാർബണേറ്റ് CO3 2-, ബൈകാർബണേറ്റ് HCO3-. അങ്ങനെ ഏത് ആനിയോൺസ് ഇതല്ലാത്തത് എടുത്താലും അതെന്തായിരിക്കും? കളർലെസ് ആയിട്ടുള്ള ആനിയോൺസ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ കാറ്റയോൺസിൻ്റെയും ആനിയോൺസിൻ്റെയും കളേഴ്സ് അനുസരിച്ച് എങ്ങനെ ഒരു സോൾട്ടിൻ്റെ കളർ ഡിറ്റർമൈൻ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു സോൾട്ട് എടുക്കാം, കോപ്പർ സൾഫേറ്റ്. ഓക്കെ, കോപ്പർ സൾഫേറ്റ്. നമ്മൾ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CuSO4 ആണല്ലേ. അപ്പം ഇതിനകത്ത് കോപ്പർ Cu2+, കുപ്രിക് അയോണും പ്രസൻ്റ് ആയിട്ടുണ്ട്, SO4 2- ആനിയോണും പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ കോപ്പർ കാറ്റയോൺ, കുപ്രിക് കാറ്റയോണിൻ്റെ കളർ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ബ്ലൂ കളറാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ സൾഫേറ്റ് എന്താണ്? സൾഫേറ്റ് ഒരു കളർലെസ് ആയിട്ടുള്ള ആനിയോൺ ആണ് അല്ലേ. സോ ഇവിടെ ഈ സോൾട്ട് എന്തിൻ്റെ കളർ കാണിക്കും? ഇവിടെ
കാറ്റയോണിന് ബ്ലൂ കളറും ആനിയോൺ കളർലെസ്സും ആണ്. സോ ഇത് എന്ത് കളറായിരിക്കും കാണിക്കുന്നത്? ബ്ലൂ കളറായിരിക്കും ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ട് കാണിക്കുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളാണ് ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FeSO4 ആണ് ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പം Fe എന്ന് പറയും, ഫെറസ് എന്ന് പറയുമ്പം Fe2+. ഓക്കെ, സൾഫേറ്റ് എന്ന് പറയുമ്പം SO4 2- ആനിയോൺ. അപ്പം Fe2+ എന്ന് പറയുന്ന കാറ്റയോണിൻ്റെ കളർ എന്താണെന്നാണ് പഠിച്ചത്? ലൈറ്റ് ഗ്രീൻ ആണെന്ന് പറഞ്ഞു അല്ലേ? ലൈറ്റ് ഗ്രീൻ കളറാണ് Fe2+ കാറ്റയോണിനുള്ളത്. SO4 2- എന്താണ്? SO4 2- കളർലെസ് ആയിട്ടുള്ള ആനിയോണാണ്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് FeSO4 എന്ന് പറയുന്ന സോൾട്ട് ഫോം ചെയ്താൽ ആ സോൾട്ടിൻ്റെ കളർ എന്തായിരിക്കും? ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്ന സോൾട്ടിൻ്റെ കളർ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഫെറിക് ക്ലോറൈഡ്. ഫെറിക് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ FeCl3. ഓക്കെ, അത് എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്? Fe3+ എന്ന് പറയുന്ന കാറ്റയോണും Cl- ക്ലോറൈഡ് ആനിയോണും ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത് അല്ലേ? ഈ Fe3+ എന്ന് പറയുമ്പം അതിൻ്റെ കളർ എന്താണെന്നാണ് പഠിച്ചത്? യെല്ലോയിഷ് ബ്രൗൺ ആണ്. യെല്ലോയിഷ് ബ്രൗൺ കളറാണ് Fe3+ കാറ്റയോണിൻ്റെ കളർ എന്ന് പറയുന്നത്. Cl- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർലെസ് ആയിട്ടുള്ള ആനിയോണാണ്. അപ്പം ഈ Fe3+ഉം Cl- കമ്പൈൻ ചെയ്ത് ആറ് കളർ കാണിക്കും? യെല്ലോയിഷ് ബ്രൗൺ. Fe3+ൻ്റെ യെല്ലോയിഷ് ബ്രൗൺ കളറായിരിക്കും എന്തിന്? FeCl3 എന്ന് ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ടിന് കിട്ടുന്നത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K2Cr2O7 ആണ് അല്ലേ? ഏതൊക്കെ കാറ്റയോൺസും ആനിയോൺസും ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്? K+ പൊട്ടാസ്യം കാറ്റയോണും അതേ കണക്ക് തന്നെ Cr2O7 2- എന്ന് പറയുന്ന ഡൈക്രോമേറ്റ് ആനിയോണും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ K+ എന്ന് പറയുമ്പം ഇതൊരു കളർലെസ് ആയിട്ടുള്ള ആനിയോണാണ്, കാറ്റയോണാണ്. കളർലെസ് ആയിട്ടുള്ള കാറ്റയോണാണ് K+ എന്ന് പറയുന്നത്. Cr2O7 2- ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളറുള്ള ആനിയോണാണ്. കളേർഡ് ആയിട്ടുള്ള ആനിയോണാണ്, അതിൻ്റെ കളർ ഓറഞ്ച് കളറാണ്. സോ K+ കളർലെസ് ആണ്. Cr2O7 2- ഓറഞ്ച് കളർ ആണെങ്കിൽ ഈ സോൾട്ടിന് എന്ത് കിട്ടും? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന സോൾട്ടിന് ഏത് കളറായിരിക്കും? ഓറഞ്ച് കളറായിരിക്കും. ഓക്കെ, കളേർഡ് ആയിട്ടുള്ള ഡൈക്രോമേറ്റിൻ്റെ കളറായിരിക്കും അതിന് കിട്ടുന്നത്. ഓറഞ്ച് കളറായിരിക്കും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് സോൾട്ടിന് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നിക്കൽ സൾഫേറ്റ്. നിക്കൽ സൾഫേറ്റ് എന്ന് പറയുമ്പം NiSO4 ആണ് നിക്കൽ സൾഫേറ്റ്. ഇത് ഏതൊക്കെ കാറ്റയോൺസും ആനിയോൺസും കൂടി ചേർന്നിട്ടാണ്? Ni2+ എന്ന് പറയുന്ന കാറ്റയോണും SO4 2- എന്ന് പറയുന്ന ആനിയോണും കമ്പൈൻ ചെയ്തിട്ടാണ് നിക്കൽ സൾഫേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. സോ Ni2+ൻ്റെ കളർ എന്താണെന്നാണ് പഠിച്ചത്? നിക്കൽ കാറ്റയോണിൻ്റെ കളർ ഗ്രീൻ കളറാണ്. സൾഫേറ്റ് എന്ന് പറയുമ്പം കളർലെസ് ആയിട്ടുള്ള ഒരു ആനിയോണാണ്. അപ്പം ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന സോൾട്ടിൻ്റെ കളർ എന്ത് കളറായിരിക്കും? ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ നിക്കൽ സൾഫേറ്റിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുമ്പം KMnO4 ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K+ എന്ന് പറയുന്ന കാറ്റയോണും പെർമാംഗനേറ്റ് ആനിയോണും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ K+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കളർലെസ് ആയിട്ടുള്ള കാറ്റയോണാണ്. MnO4- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് അല്ലെങ്കിൽ എന്താണ് പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള ഒരു ആനിയോണാണ് എന്തെന്ന് പറയുന്നത്? MnO4- എന്ന് പറയുന്നത്. സോ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് അപ്പോൾ എന്ത് കളർ കിട്ടും? പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് കളറായിരിക്കും. ഓക്കെ, പർപ്പിൾ ഓർ പിങ്ക് കളറായിരിക്കും പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. പൊട്ടാസ്യം ക്രോമേറ്റ്. പൊട്ടാസ്യം ക്രോമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? K2Cr4. K2Cr4 ആണ് പൊട്ടാസ്യം ക്രോമേറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇത് ഏതൊക്കെ കാറ്റയോൺസും ആനിയോൺസും കമ്പൈൻ ചെയ്താൽ? K+ എന്ന് പറയുന്ന കാറ്റയോണും Cr4 2- ആനിയോണും കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്നത് കളർലെസ് ആയിട്ടുള്ള കാറ്റയോണും Cr4 2- എന്ന് പറയുന്നത് ഒരു യെല്ലോ കളറുള്ള ആനിയോണുമാണ് അല്ലേ? ഈ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പൊട്ടാസ്യം ക്രോമേറ്റ് ഏത് കളറായിരിക്കും?
യെല്ലോ കളറായിട്ടുള്ളൊരു സോൾട്ടായിരിക്കും പൊട്ടാസ്യം ക്രോമേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു സോൾട്ടിൻ്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം ഇനി വരുന്നതാണ് മാംഗനീസ് സൾഫേറ്റ്, നിക്കൽ സൾഫേറ്റ്, 2 സോൾട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളതിൻ്റെ കളർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തന്നിരിക്കുന്ന സാമ്പിളിൽ കെമിക്കൽ കമ്പോണൻസിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ്, ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത്. അനാലിസിസ് എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് ടൈപ്പുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഓരോ കമ്പോണൻസും പ്രസൻറ്റ് ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കളർ ഓഫ് സോൾട്ടുകൾ, ഒരു സോൾട്ടുകളുടെ കളർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അതിനകത്ത് കളേർഡ് ആയിട്ടുള്ള കാറ്റയോൺസും ആനിയോൺസും നമ്മൾ പഠിച്ചു. കളേർഡ് ആയിട്ടുള്ള കാറ്റയോൺസ് എന്ന് പറയുമ്പോൾ കുപ്രിക് അയോൺ പറഞ്ഞു, Cu2+ അയോൺസ് ബ്ലൂ കളർ ആയിരിക്കും. ഫെറസ് അയോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും പെയിൽ ഗ്രീൻ കളർ ആയിരിക്കും. ഫെറിക് അയോൺസ് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും യെല്ലോയിഷ് ബ്രൗൺ കളർ ആയിരിക്കും. നിക്കലും ക്രോമിയത്തിൻ്റെ അയോൺസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും. മാംഗനീസ് അയോൺ ആണെങ്കിൽ പിങ്ക് കളർ ആയിരിക്കുമെന്ന് കാറ്റയോൺസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ബാക്കി എല്ലാ കാറ്റയോൺസും കളർലെസ് ആയിരിക്കുമെന്നും പറഞ്ഞു. ഈ ആനിയോൺസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പറഞ്ഞു പെർമാംഗനേറ്റ് ആനിയോൺ പറഞ്ഞു അല്ലേ. പെർമാംഗനേറ്റ് എന്ന് പറയുമ്പോൾ പർപ്പിൾ കളർ ആയിരിക്കും പെർമാംഗനേറ്റ് ആനിയോൺ എന്ന് പറയുന്നത്. പിന്നെ ഡൈക്രോമേറ്റ് പറഞ്ഞു ഓറഞ്ച് കളർ ആയിരിക്കും. പിന്നെ നമ്മൾ ക്രോമേറ്റ് പറഞ്ഞു യെല്ലോ കളർ ആയിരിക്കും. ബാക്കി എല്ലാ കാറ്റയോൺസും ആനിയോൺസും, ഇതല്ലാത്ത ആനിയോൺസ് എല്ലാം എന്തായിരിക്കും? കളർലെസ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അത് യൂസ് ചെയ്തിട്ട് ഓരോ സോൾട്ടുകളുടെയും കളേഴ്സ് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് റിയേജൻ്റ് ആയിട്ടുള്ള NaOH യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സോളിബിൾ സോൾട്ടിനകത്തുള്ള കാറ്റയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ കൂടുതൽ ICC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്